ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായില്ലേ? ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ, സ്റ്റാർസ് ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. നമസ്കാരം. അങ്ങനെ ജെമിനി ഗണേശൻ്റെ വീണ്ടും അടുത്തൊരു ന്യൂസ്. സംഭവം ഹണി റോസ് കലക്കിട്ടോ. എന്തുകൊണ്ടാണ് ഹണി റോസ് ഇപ്രാവശ്യം തട്ടിയോ നോക്കിയില്ലേ? പഴയ പൊന്മുട്ടയുടെ താറാവ് പറഞ്ഞ സിനിമയിൽ തട്ടിയോ വയ്ക്കുന്ന മാതിരി ശരിക്കും ഇപ്പോൾ ഹണി റോസ് തട്ടി. ഇതെന്തുകൊണ്ടാണ് പറയാനുള്ള റീസൺ എന്നറിയോ? ഹണി റോസിൻ്റെ ഈ കേസ് 2 ദിവസമായിട്ട് മീഡിയ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബോബി ചെമ്മണ്ണൂർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ന്യൂസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരു കാരണവശാലും ഈ മെയിൻ സ്ട്രീം ചാനൽസ് അത് ന്യൂസ് ആക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബോച്ചെട്ടി റിലേറ്റഡ് ആയിട്ട് മറുനാടൻ ഒരുപാട് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ആൾ ചെയ്യുന്ന ബിസിനസ്സും കാര്യങ്ങളും അതിലുള്ള എന്ത് പ്രോഫിറ്റാണ്, ഇപ്പോൾ ലോട്ടറിയുടെ കേസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക, പണം തട്ടുക എന്നൊക്കെ ആകെ വിളിച്ച് പറഞ്ഞിരുന്നത് മറുനാടൻ മാത്രമാണ് കേട്ടോ. മറുനാടനിലൂടെ മാത്രമേ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളൂ. മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഈ ഒരു വിഷയം എത്തി നിൽക്കുന്നത് ഹണി റോസിലാണ്. അപ്പോൾ ഹണി റോസ് ഫസ്റ്റ് കേസ് കൊടുത്ത സമയത്ത്, ഹണി റോസ് ഫസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സമയത്ത് ഒരിക്കലും ഹണി റോസ് അവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറയാതിരുന്നത്? ഇതിന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം, നമ്മുടെ ഈ ചാനലിലൂടെയും നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ ആരുടെ പേര് പറയല്ലേ വേണ്ടത്? സീരിയസ്ലി, നമ്മൾ ആദ്യം ഇനീഷ്യലി ഇത് കേട്ട സമയത്ത് എല്ലാവരും ഒറ്റ സ്വരത്തിൽ ചോദിച്ചവരെ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം പറയാമെങ്കിൽ ആ പ്രമുഖൻ്റെ പേരെന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് അയാളുടെ പേര് പറയാത്തത്? എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആരാണ് ഈ ഒരു അശ്ലീല പരാമർശം നടത്തുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്ന് പറയുമ്പോഴും അവരൊരിക്കലും ആ ഇനീഷ്യലി പേര് പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു ഇപ്പോൾ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ട്രാപ്പ് ഫസ്റ്റ് ചവിട്ടുപടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു ചൂണ്ട, ഈ ചൂണ്ടയിൽ ആക്ച്വലി കൊത്തിയിട്ടുണ്ട് പല ചെറിയ മീനുകളും, ചെറിയ മീനൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മീനുകളും ഒപ്പം ഇതിൽ ബോബി ചെമ്മണ്ണൂരും കൊത്തിയിട്ടുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് എറിയാനുള്ളൊരു ചൂണ്ടയായിരുന്നു. ഈ ഒരു ചൂണ്ടയിൽ എന്ത് സംഭവിച്ചു? ഇതിൽ ഒരുപാട് പേര് ഇതിൽ വന്ന് കമൻ്റ് ഇട്ടു, ചെറുമീനുകൾ. കാരണം ഇവർ ടാർഗറ്റിലുള്ളതാണ്. ഏതൊരു നടിയും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീ എന്തെങ്കിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിപ്പോൾ ഇത്ര ഫേമസ് സെലിബ്രിറ്റി ആവണമെന്നില്ല, എന്തെങ്കിലും ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും മോശമായിട്ട് കമൻറ്റുകൾ, അസഭ്യമായിട്ടുള്ള കമൻറ്റുകൾ എഴുതുന്ന ഒരുപാട് പേരെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. അവരൊക്കെ ഇപ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പല ആൾക്കാരും അക്കൗണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പോസ്റ്റ് ഇട്ടു, അതിനിടയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടു. ഈ കമൻ്റ് ഇട്ടതോടുകൂടി നെക്സ്റ്റ് ഡേ ഇതിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് എന്നുള്ള കണ്ടീഷനിൽ ഹണി റോസ് ഈ കമൻ്റ് ഇട്ടവന്മാർക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഡയറക്റ്റായിട്ട് സ്റ്റേഷനിൽ എത്തിയിട്ട്, കൊച്ചിയിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഡയറക്റ്റായിട്ട് കേസ് ഫയൽ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഹണി റോസ് ഒന്ന് കേസ് ഫയൽ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. 60 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, ഒരു കമൻ്റോളി ഫേസ്ബുക്ക് അമ്മാവനെയാണ് പൊക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നിലയ്ക്ക് നടക്കുന്നു. അപ്പോൾ കൊച്ചി പരിസരത്തുള്ളവരല്ലാത്തവരായതുകൊണ്ട്, മറ്റുള്ള ജില്ലക്കാരായതുകൊണ്ട് സ്ലോലി അവരുടെ ഭാഗത്തേക്കും എത്തും. അവരൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവരൊക്കെ പൊക്കുന്നുള്ള കാര്യം 100% ഷുവറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ 3 വർഷം വരെയൊക്കെ അകത്ത് കിടക്കാവുന്ന, 3 മുതൽ 7 വർഷം വരെയൊക്കെ അകത്ത് കിടക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും പൊക്കും. ഇതായിരുന്നു 2ാമത്തെ സ്റ്റേജ്. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് ആരും എടുത്തു പറഞ്ഞില്ല. ഈ ഹണി റോസ് എടുത്തു പറയാത്ത ഒറ്റ കാരണം കൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കി. ഏഷ്യാനെറ്റ് ഫസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് പ്രമുഖൻ എന്ന് മാത്രം പറഞ്ഞു, ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് പറഞ്ഞില്ല. ഓൺ ദ സെയിം ടൈം അവർ ഇന്ന ആളാണ് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഇതാക്കി. അങ്ങനെ ഈ ഒരു സംഭവത്തിലൂടെ ഫസ്റ്റ് ഫേസിൽ ഇതൊരു ന്യൂസാക്കി എടുത്തു. നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽസ്, അതേമാതിരി ഫേസ്ബുക്കിൽ വരുന്ന പേജസൊക്കെ ഇത് ഏറ്റെടുത്തിട്ട് ഇത് ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയാണ് എന്ന് പറഞ്ഞ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ബോബി പല കേസുകളും ഈ ചങ്ങാതി പല ചാനൽസിനും കൊടുത്തിട്ടുള്ള അഭിമുഖം, അതിലൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ചാനലുകൾ വന്നിരുന്നിട്ട് പുള്ളി ഇതുപോലത്തെ ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂസ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുന്തി ദേവിയുടെ കേസ് ചോദിക്കുന്നു, അതുപോലത്തെ പല കാര്യങ്ങളും ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പിൽ ഇയാളോട് ചോദിക്കുന്ന സമയത്ത് കുന്തി ദേവിയായിട്ട് ഓർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഞാൻ അവരെ ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ ഒരൊറ്റ സെൻറ്റൻസ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വീണ്ടും അയാൾ അശ്ലീല പരാമർശം നടത്തി. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. വീണ്ടും അയാൾ അശ്ലീല പരാമർശം നടത്തി. അതിൽ പല കാര്യങ്ങളും അയാൾ ഈ ഒരു ഇതിൽ പറഞ്ഞു.
ഈ പറയുന്നതോടുകൂടി ഇത് വീണ്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും പബ്ലിക്കിൽ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ചെയ്യുന്ന പല ചാനൽസും ഇതെടുത്തിട്ട് വീണ്ടും വീഡിയോ ആക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്കിടയിലും അവരും കണ്ടു നിന്നവരും പറയുന്നു, യെസ്, ഇയാൾ തന്നെയാണ് ഹണി റോസ് പറഞ്ഞിട്ടുള്ള ആൾ, ഇയാൾ തന്നെയാണ് ഹണി റോസിനെതിരെ ഇതുപോലുള്ള ചൊവ്വയിൽ സംസാരിക്കുന്ന വ്യക്തി എന്നുള്ളത് സമൂഹം കംപ്ലീറ്റ് അങ്ങോട്ട് അടിച്ചുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് എന്നുള്ള ഒരു സാക്ഷി എന്നുള്ള കണ്ടീഷനിൽ വീണ്ടും ഈ ഒരു സംഗതി ഇവിടെ പരക്കുകയാണ്. ഇനി നാളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, ഇനി നാളെ മറ്റന്നാളോ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോകുന്നു. ഹണി റോസ് ഡയറക്റ്റായിട്ട് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എതിരെ ഡയറക്റ്റായിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണെന്നുള്ള ഏറ്റവും പുതിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടിട്ടുള്ള മറുനാടൻ തന്നെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ വന്ന് പറയില്ല, പക്ഷെ നിങ്ങളോട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നിപ്പോയി. അപ്പോൾ നാളെ ഇനി ഈ ഒരു ന്യൂസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഇയാളല്ല എന്നുള്ളതോ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇത് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. പ്ലസ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അമ്മ സംഘടന ഇതിന് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇയാൾ പല സിറ്റുവേഷനിലും പല ആൾക്കാരും, ഇപ്പോൾ ശ്വേതാമേനോൻ്റെ കേസ് ഉണ്ട്, ശ്വേതാമേനൻ ഉമ്മയുടെ ഒരു കേസ്, ചുംബിക്കുന്ന കേസ് പറഞ്ഞപ്പോൾ അയാൾക്ക് എന്തോ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു പരസ്യമായിട്ടുള്ള വേദിയിൽ അങ്ങനെ ഒരുപാട് എല്ലാ സ്ത്രീകളെയും അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ലൈംഗിക ചുവയോട് സംസാരിച്ച് ദാരിദ്ര്യം, ഈ ലൈംഗിക ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടുണ്ട്. ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ്. എനിക്കൊന്നും ഞാൻ ഇത് ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ക്ലിപ്പ് റിയാക്ട് ചെയ്യുന്നത് കേട്ടോ. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണ് ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം. യെസ്, ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ഉപമിക്കാൻ കാരണം എന്ന് ആങ്കർ ചോദിക്കുമ്പോൾ അതിന് ഇയാൾ തിരുത്തിയിട്ട് ഹണി റോസിനെ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ് എടുത്തിട്ട് അവിടെ പറയുകയാണ് ഉപയോഗിക്കാൻ കാരണം. ഇതെല്ലാം ഡബിൾ മീനിങ്. അത് കേൾക്കുന്നവർക്ക് തോന്നും ആ ഉപയോഗിക്കാൻ എന്താ ഉപമിക്കാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഉപയോഗിക്കാൻ എന്ന് പറയുന്നത്? കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും ഇതുള്ളത് കൊണ്ടാണ് എന്ന് എന്താണ് അയാൾ വരച്ച് കാണിച്ചത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ സംസാരിക്കാൻ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് അയാൾ പറഞ്ഞിട്ടുള്ള ജെമിനിയാണ് അയാൾ പറഞ്ഞത്. ജെമിനി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ആദ്യം ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഇത് ബാക്കി കൂടെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായി. ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ, സ്റ്റാർ ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. കാശുള്ളവൻ ജെമിനിയായിട്ട് ജനിച്ച ജെമിനി ഗണേശൻ, കാശില്ലാത്തവൻ ജെമിനിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ മൂഡ് പൊളിയും. ഇന്ന് ഒരു മൂഡും നാളെ മറ്റേ മൂഡുവാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മൂടും കുത്തി വല്ല ഓടയിലും കിടക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മൂടും വെച്ച് വല്ല ഇരുമ്പഴിക്കുള്ളിൽ ഇരിക്കേണ്ടി വരും. അതാണ് കാശുള്ള ജെമിനിയും കാശില്ലാത്ത ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് ജെമിനിയും ഓർഡിനറി ജെമിനിയും തമ്മിൽ വ്യത്യാസം. എപ്പോഴും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോ അങ്ങനെ എടുക്കാം. കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അവർക്ക് സത്യം, നല്ല ഉദ്ദേശം. ആരെയും വിഷമിപ്പിക്കരുതെന്നുള്ള വളരെ പവിത്രമായിട്ടുള്ള ഉദ്ദേശം മാത്രമേ പുള്ളിക്കുള്ളൂ. ഞാനതല്ല ആലോചിക്കുന്നത്, ഒരുപാട് കൊല്ലം മുന്നുണ്ടായിട്ടുള്ള മഹാഭാരതം അത് കഴിഞ്ഞു, എല്ലാവരും സീരിയലായിട്ട് കണ്ടു, കുറേ ആൾക്കാർ വായിച്ചു, ഇത്രയധികം പേര് വീണ്ടും വീണ്ടും പരമ്പരയാക്കി, സിനിമ ഇറങ്ങിയ ആവശ്യമുണ്ട്. കുന്തി ദേവി എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാവുന്നത് ജീവിതത്തിൽ ഒരിക്കലും കുന്തി ദേവി വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് കച്ചവടം ചെയ്ത് നന്മമരമായിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ കുന്തി ദേവിനെ എടുത്തിടുന്നുള്ളത് കുന്തി ദേവിയോ
കർണനോ പാണ്ഡുവോ ഇവരാരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. വല്ലാത്തൊരവസ്ഥ. എന്താണെന്നുണ്ടെങ്കിലും കണ്ടറിയണം കോശി നാളെ എന്താ സംഭവിക്കുക, അല്ല കണ്ടറിയണം കോശി എന്നോ എന്തോ ഒരു ഡയലോഗില്ലേ, മറ്റേ ഏതൊരു സിനിമയിലുണ്ട്. എന്തായാലും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നാളെ കണ്ടറിയണം എന്താണ് ഇതിന് സംഭവിക്കുക എന്നുള്ളത്. എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഇതുപോലുള്ള ചില വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ വളരെ സന്തോഷമായിരിക്കും. ചാനൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.